والمرأة التي تلبس لبسة الرجل തീർന്നില്ല അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ശപിക്കുകയാണ്. ഈ സദസ്സിലുള്ള സഹോദരിമാരില്ലയോ, ചെറുപ്പക്കാരികളില്ലയോ, ശ്രദ്ധിക്കണേ. സ്നേഹത്തോടുകൂടി കുമ്മന മുസാദ് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ് അൽ മർഅത, ഒരു പെണ്ണിനെയും റസൂലുള്ള ശപിച്ചിരിക്കുകയാണ്. തൽബസു ലിബ്സത്തർ റജുലി, പുരുഷന്റെ വസ്ത്രവിധാനമാണ് അവളുടെ ജീവിതത്തിൽ അവൾ കൊണ്ടുവന്നിട്ടുള്ളത്. പുരുഷന്റെ വസ്ത്രവിധാനം ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ള പെണ്ണേ, നീ തൗബ ചെയ്യണേ. തിരിഞ്ഞത് ബനിയൻ ധരിക്കുന്നവരില്ലയോ, ടൈറ്റാകുന്ന ജീൻസ് ധരിച്ചുകൊണ്ട് പുരുഷന്മാരുടെ പാൻസ് ധരിച്ച് അവരുടെ ഷർട്ട് വിലക്കെടുത്ത് ശരീരത്തിലേക്ക് അണിഞ്ഞുകൊണ്ട് നടക്കുന്ന മുസ്ലിം അംഗമാരില്ലയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപവാക്ക് ഏറ്റുപോയി ശ്രദ്ധിക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വീട്ടിലാണെങ്കിൽ പോലും പാൻസ് ധരിക്കാൻ പാടില്ല, അവളെ ശ്രദ്ധിക്കണം. തീരെ കൊച്ചു കുട്ടികളുടെ കാര്യമല്ല ഈ പറയുന്നത്. ചെറിയ പൊടിക്കുട്ടികൾ ഒരു പാൻസ് നമ്മൾ ഇട്ട് കൊടുക്കുക, അതല്ല ഈ പറയുന്നത്. എത്രയോ മുതിർന്ന ആളുകൾ നമുക്കിടയിലുണ്ട്, എത്രയോ മുതിർന്ന സഹോദരിമാരുണ്ട്. യൗവനം തുളുമ്പി നിൽക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷന്മാരില്ലയോ, പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സഹോദരിമാരില്ലയോ. രാവിലെ തന്നെ മൊബൈൽ ഫോൺ ഓണാക്കുകയാണ്, നെറ്റ് റീചാർജ് ചെയ്യുകയാണ്, എന്നിട്ടുടനെ ക്യാമറ അവളിലേക്ക് തിരിക്കുകയാണ്, പുരുഷന്മാരുടെ വസ്ത്രവിധാനം എടുത്തിടുകയാണ്, പല രീതിയിലുള്ള ഡബ്ബാഷ് കളിക്കുകയാണ്. ജനങ്ങൾ കാണട്ടെ, എന്റെ കഴിവുകൾ തിരിച്ചറിയട്ടെ. പക്ഷേ പെണ്ണെ, നീ ഇട്ടിരിക്കുന്ന വസ്ത്രവിധാനം ഹറാമാണ്, നീ നടത്തുന്ന പേക്കൂത്തുകളും ഹറാമാണ്, ഇസ്ലാമിന് അന്യമാണ്. നീ മുസ്ലിമാണോ മുസ്ലിമത്താണോ, ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കണേ. ഇല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ ശാപവാക്കിയേറ്റ ഏറ്റവും മോശപ്പെട്ടവളായിട്ട് നീ മാറുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുരുഷന്മാരോട് പറയുകയാണ്, അല്ലയോ സഹോദരാ, നെരിയാണിക്ക് താഴോട്ട് വസ്ത്രവിധാനം കൊണ്ടുവരരുതേ. മാ അസ്ഫല മിനൽ കഅബൈനി ഫന്നാറു ഔലാ ബിഹി. നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുന്ന സഹോദര, നരകവുമായി ബന്ധപ്പെട്ടതാണ്, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് എറിയപ്പെടാൻ നിമിത്തമാണ്.